തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കെ രാഷ്ട്രീയ ചൂട് സംസ്ഥാനമൊട്ടാകെ ഉയർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തി. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ സംഘടിപ്പിച്ച വൻ റോഡ് ഷോയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ആകർഷണമായി മാറിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 3:30 തിരുവനന്തപുരത്ത് നിന്നാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടത്. അതിനുശേഷം വൈകുന്നേരം 4:10 നാഗർകോവിലിലെ ഹെലിപാഡിൽ അദ്ദേഹം എത്തി. പ്രധാനമന്ത്രിയുടെ വരവിനെ മുന്നിൽ കണ്ട് മണിക്കൂറുകൾ മുൻപേ നാഗർകോവിലും പരിസര പ്രദേശങ്ങളും ജനങ്ങളാൽ നിറഞ്ഞിരുന്നു. ഹെലിപാഡിൽ നിന്ന് 4:15 പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ വാഹനവ്യൂഹത്തിൽ പ്രധാനമന്ത്രി വേപ്പമൂട് ജംഗ്ഷനിലേക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരം 4:30 പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചത്. വേപ്പമൂട് ജംഗ്ഷൻ മുതൽ വടശ്ശേരി വരെയുള്ള ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹം തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചത്. റോഡിന്റെ ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞു നിന്നു. BJP, AIDMK, മറ്റ് NDA ഘടകകക്ഷികളുടെ പതാകകൾ കയ്യിൽ പിടിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേറ്റു. സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്നവർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ളവരുടെ വലിയ സാന്നിധ്യമാണ് റോഡ് ഷോയിൽ ശ്രദ്ധേയമായത്. പ്രധാനമന്ത്രിക്കൊപ്പം തമിഴ്നാട് BJP അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ, AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ, മുതിർന്ന നേതാവ് പൊൻ രാധാകൃഷ്ണൻ എന്നിവരും റോഡ് ഷോയിൽ പങ്കെടുത്തു. NDA സഖ്യത്തിന്റെ ഐക്യവും തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്ന തരത്തിലായിരുന്നു നേതാക്കളുടെ സാന്നിധ്യം. റോഡ് ഷോയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിനൊപ്പം തമിഴ് സമൂഹത്തിന്റെ പ്രമുഖരായ ചരിത്ര പുരുഷന്മാരോടും ആദരം രേഖപ്പെടുത്തി. സാമൂഹിക നീതിയുടെ പ്രതീകമായ BR അംബേദ്കറുടെയും മുൻ മുഖ്യമന്ത്രിമാരായ K കാമരാജ്, CN അണ്ണാദുരൈ, MG രാമചന്ദ്രൻ എന്നിവരുടെയും ചിത്രങ്ങളിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച നേതാക്കളെ സ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി വോട്ടർമാരോട് അഭ്യർത്ഥന നടത്തിയത്. റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോടും പ്രവർത്തകരോടും സംസാരിച്ച പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ മുന്നേറ്റം കൈവരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ NDA വിജയിക്കും, DMK പരാജയപ്പെടും. വികസിതവും മികച്ചതുമായ തമിഴ്നാട് നിർമ്മിക്കാനുള്ള യാത്രയിലാണ് നമ്മൾ. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു തമിഴ്നാടിനായാണ് NDA പോരാടുന്നത്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി BJP സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് നിർണായകമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് BJP 27 നിയമസഭാ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ദക്ഷിണ തമിഴ്നാട്ടിലെ ചില മണ്ഡലങ്ങളിൽ BJPയും NDAയും ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി BJP സ്ഥാനാർത്ഥികളിൽ നയിനാർ നാഗേന്ദ്രൻ, MR ഗാന്ധി, അനന്തൻ അയ്യസ്വാമി, വിജയധരണി എന്നിവർ പ്രധാനികളായിരുന്നു. സാത്തൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള നയിനാർ നാഗേന്ദ്രൻ, നാഗർകോവിൽ നിന്ന് മത്സരിക്കുന്ന MR ഗാന്ധി, വാസുദേവനല്ലൂർ SC മണ്ഡലത്തിലെ അനന്തൻ അയ്യസ്വാമി, വിളവങ്കോട് മണ്ഡലത്തിലെ വിജയധരണി എന്നിവർക്കായി പ്രവർത്തകർ ശക്തമായി പ്രചാരണം നടത്തുന്നുണ്ട്. നാഗർകോവിലിൽ നടന്ന റോഡ് ഷോ രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാ തലത്തിലും ശ്രദ്ധേയമായിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് നഗരത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രത്യേക സുരക്ഷാ സേനയും വിന്യസിച്ചിരുന്നു. നഗരത്തിലെ പ്രധാന റോഡുകൾ ഭാഗികമായി നിയന്ത്രിക്കുകയും വാഹന ഗതാഗതത്തിൽ താൽക്കാലിക മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഹെലിപാഡിൽ നിന്ന് റോഡ് ഷോ നടക്കുന്ന പ്രദേശം വരെ കർശന പരിശോധനയും സുരക്ഷാ നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മുൻനിർത്തി നിരവധി സ്ഥലങ്ങളിൽ വൻ LED സ്ക്രീനുകളും സ്വാഗത കവാടങ്ങളും സ്ഥാപിച്ചു. റോഡ് ഷോ പാത മുതൽ BJP, NDA പതാകകൾ, പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരുന്നു. വികസിത തമിഴ്നാട്, മാറ്റത്തിനായി വോട്ട് ചെയ്യൂ, NDAക്ക് വിജയം തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും ഉയർന്നത്. തമിഴ്നാട് നിയമസഭയിലെ 234 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23 നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഭാവി സമവാക്യങ്ങളെ നിർണ്ണയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. DMKയുടെ ഭരണത്തെ ചോദ്യം ചെയ്ത് ജനവിധി തേടുന്ന NDAക്ക് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതേസമയം അധികാരം നിലനിർത്താൻ DMKയും ശക്തമായ പ്രചാരണം നടത്തുകയാണ്. നാഗർകോവിലിൽ നടന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ജനക്കൂട്ടത്തിന്റെ വലുപ്പം, നേതാക്കളുടെ സാന്നിധ്യം, ശക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയൊക്കെയാണ് ഈ പരിപാടിയെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വലിയ സംഭവമായി ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.